ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ജൂബി ക്രോഷ്യ. ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. ഒരു ക്രോഷ്യ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഒരു കെട്ടാണ്. ആ കെട്ടിനാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വലിച്ചൂരാ കുടുക്ക്. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് അഴിഞ്ഞു പോകുന്ന ഒരു കെട്ടാണത്. ഇത് പല മെത്തേഡിലും ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. യാണിനെ ആദ്യം ഇതുപോലെ പിടിക്കുക. തള്ളവിരലും നടുവിരലും യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ചൂണ്ട് വിരലിൽ ചുറ്റുക. 2 തവണ ചുറ്റണം. ആദ്യം ചുറ്റി ക്രോസായിട്ട് രണ്ടാമത്തെ തവണ ചുറ്റുക. ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ചെറുവിരൽ കൊണ്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഹൂക്ക് എടുക്കുക. ഹൂക്ക് എടുത്ത് ആദ്യം കാണുന്ന യാണിനടിയിലൂടെ ഹൂക്ക് ഇട്ട് കൊടുക്കുക. ഹൂക്ക് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ താഴെയുള്ള യാണിനെ ഇങ്ങനെ കൊളുത്തി വലിച്ച് മറ്റേ യാണിൻ്റെ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹൂക്കിനെ ഇങ്ങനെ തിരിക്കുക. തിരിച്ചതിന് ശേഷം ഹൂക്ക് ഇങ്ങനെ മുകളിലേക്ക് നീക്കുക. എന്നിട്ട് ഫിംഗർ മാറ്റുക. ഈ യാണ് വലിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. നോട്ട് ഈ കെട്ട് ആദ്യം ടൈറ്റ് ചെയ്യുക. കെട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ 2 യാണും വലിച്ചാൽ അത് ഹൂക്കിലും ടൈറ്റ് ആവും. ഇതാണ് സ്ലിപ്പ് നോട്ട്. ഒരു തവണ കൂടി കാണിക്കാം. ആദ്യം യാണിനെ ഇങ്ങനെ പിടിക്കുക. തള്ളവിരലും നടുവിരലും യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക. ചൂണ്ടുവിരലിൽ ചുറ്റുക. 2 തവണ ചുറ്റണം. ആദ്യം ചുറ്റിയതിൻ്റെ ക്രോസായിട്ട് രണ്ടാമത്തെ തവണ ചുറ്റുക. അതായത് എക്സ് ഷേപ്പിൽ. എന്നിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഈ ചെറുവിരൽ കൊണ്ട് ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഹൂക്ക് എടുക്കുക. ഹൂക്ക് എടുത്ത് ആദ്യമുള്ള യാണിന് അടിയിലൂടെ ഹൂക്ക് ഇട്ട് കൊടുക്കുക. താഴെയുള്ള യാണിനെ ഇങ്ങനെ കൊളുത്തിയിട്ട് മറ്റേ യാണിൻ്റെ പുറത്തേക്ക് വലിക്കുക. പുറത്തെത്തി കഴിഞ്ഞാൽ ഹൂക്കിനെ ഇങ്ങനെ തിരിക്കുക. തിരിച്ചതിന് ശേഷം ഹൂക്ക് മുകളിലേക്ക് നീക്കുക. എന്നിട്ട് ഫിംഗർ മാറ്റുക. ഈ ഒരു ടൈലെൻഡ് വലിച്ചിട്ട് ടൈറ്റ് ആക്കുക. അപ്പോൾ ഈ നോട്ട് ടൈറ്റ് ആവും ടൈലെൻഡ് വലിക്കുന്ന സമയത്ത്. എന്നിട്ട് നമ്മൾ ഈ 2 യാണും വലിച്ചിട്ട് ഈ ഒരു സ്ലിപ്പ് നോട്ട് ഹൂക്കിലും ടൈറ്റ് ചെയ്യുക. ഇതാണ് സ്ലിപ്പ് നോട്ട്. സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് ചെയ്യാനും യാണിനെ പല മെത്തേഡിലും പിടിക്കാൻ പറ്റും. പക്ഷെ ബിഗിനർ ആകുമ്പോൾ ഏറ്റവും നല്ലത് തള്ളവിരലും മൂതിരവിരലും യൂസ് ചെയ്തിട്ട് ഈ കെട്ടിൽ പിടിക്കുക. കെട്ടിൽ പിടിച്ചിട്ട് ഈ വർക്കിംഗ് യാണിന് നമുക്ക് ചെയ്യാനുള്ള യാണിനെ ഈ 2 വിരലിനിടയിൽ പിടിക്കുക. ചൂണ്ടുവിരലിൻ്റെയും നടുവിരലിൻ്റെയും ഇടയിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റ് 2 വിരൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു നോട്ടിൽ പിടിക്കുക. ഹുക്കിൽ പിടിക്കരുത്. ഹുക്ക് വലത് കൈ കൊണ്ട് മാത്രമാണ് പിടിക്കേണ്ടത്. എന്നിട്ട് കുറച്ച് ലൂസായിട്ട് വേണം. നന്നായിട്ട് ലൂസാവും ചെയ്യരുത്, നന്നായിട്ട് ടൈറ്റ് ആവും ചെയ്യരുത്. ഹുക്കിനെ നമുക്കിങ്ങനെ സ്മൂത്തായിട്ട് നീക്കാൻ പറ്റണം. ഇങ്ങനെ പിടിച്ചതിന് ശേഷം കറക്റ്റ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഹുക്കിൻ്റെ ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്ക് യാണിനെ എടുക്കുക. യാണിനെ എടുത്തിട്ട് ഇങ്ങനെ കൊളുത്തി താഴേക്ക് വലിക്കുക. ഹുക്കിലുള്ള ലൂപ്പ് ഇതാണ്. ഹുക്കിലുള്ള ലൂപ്പ് ഇങ്ങനെ കൊളുത്തി താഴേക്ക് ഹുക്കിലുള്ള ലൂപ്പിൻ്റെ പുറത്തേക്ക് വലിക്കുക. പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹുക്കിനെ മുകളിലേക്ക് നീക്കുക. ഇതാണ് ചെയിൻ. ഇപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു. ഇനി വീണ്ടും ഇതേപോലെ തന്നെ യാണിനെ ഹൂക്കിൻ്റെ ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്ക് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ കൊളുത്തി ഹൂക്കിലുള്ള ആ ലൂപ്പിൻ്റെ പുറത്തേക്ക് വലിക്കുക. എന്നിട്ട് ഹൂക്കിനെ പതുക്കെ മുകളിലേക്ക് നീക്കുക. വീണ്ടും ചെയ്യാം. ഹൂക്കിൻ്റെ ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്ക് യാണിനെ എടുത്ത് ഇങ്ങനെ കൊളുത്തി ഹൂക്കിലുള്ള ലൂപ്പിൻ്റെ താഴേക്ക് വലിക്കുക. താഴെ എത്തിക്കഴിഞ്ഞാൽ ഹൂക്കിനെ മുകളിലേക്ക് നീക്കുക. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. യാണിനെ ഹൂക്കിൻ്റെ ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്ക് എടുക്കുക. ഇതിന് യാൺ ഓവർ എന്നാണ് പറയുക. യാൺ ഓവർ ചെയ്ത് ഹൂക്കിലുള്ള ലൂപ്പിൻ്റെ പുറത്തേക്ക് വലിക്കുക. എന്നിട്ട് ഹൂക്കിനെ പതുക്കെ മുകളിലേക്ക് നീക്കുക. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചുമാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.